ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മളിട്ട വീഡിയോയ്ക്ക് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് പേര് ഓരോ കാര്യങ്ങൾ കാണിക്കുകയോ ചോദിച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, റെസിപ്പി ആയിട്ടും അല്ലാതെയും ഒക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോരോ വീഡിയോ ആയിട്ട് ഓരോ ദിവസം ഇടുന്നതായിരിക്കും. എന്താ പറയുക, നമ്മൾ അതിൽ കമൻറ്റിലൂടെ റിപ്ലൈ കൊടുക്കുക പറഞ്ഞാൽ അത് പൂർണ്ണമാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസം അങ്ങനെ അത് അവർ ചോദിച്ചിട്ടുള്ള ഓരോ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കാണിക്കുമ്പോൾ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുകയും പറയുകയും ചെയ്യണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്നുണ്ട് നിങ്ങൾ ചോദിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടായിരിക്കും നമ്മുടെ വീഡിയോ വരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചതാണ്, നമ്മൾ എന്തിനാണ് ഇങ്ങനെ അടുക്കളയിൽ ബൗളിൽ പൂ വെച്ചിട്ടുണ്ടല്ലോ, അത് എത്ര ദിവസം കൂടുമ്പോഴാണ് മാറ്റണത്, ദിവസവും മാറ്റുമോ എന്നൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ള പൂവാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇൻട്രോയിൽ ഹായ് കാണിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ പൂവ് ഡെയിലി മാറ്റില്ല കേട്ടോ. എന്താ പറഞ്ഞാൽ നമ്മൾ വാങ്ങിയിട്ട് വെക്കുന്ന പൂവാണ്, ജമന്തി പൂവാണ്, അതുപോലെ റെഡൊക്കെയാണ്. അപ്പോൾ അത് നമ്മൾ വാങ്ങിയിട്ട് വെക്കുന്നത് കാരണം 2-3 ദിവസമൊക്കെ അത് വാടാണ്ടിരിക്കും. അപ്പോൾ വാങ്ങാതെ നമ്മൾ വീട്ടിലുള്ള നാടൻ പൂവൊക്കെ ആണെങ്കിൽ അത് നമ്മൾ ദിവസവും മാറ്റി കൊടുക്കണം കേട്ടോ. വാടിയ പൂ വെക്കുമ്പോൾ അതൊരു അഭംഗിയല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള വാടാത്ത പൂവ് നമ്മുടെ വീട്ടിൽ ചെണ്ടുമല്ലി അതുപോലെ വാടാമല്ലിയൊക്കെയാണ് 2-3 ദിവസമൊക്കെ സുഖമായിട്ടിരിക്കും കേട്ടോ. 3 ദിവസത്തിൽ കൂടുതൽ നമ്മൾ എന്തായാലും നമ്മുടെ പൂവ് മാറ്റിയിരിക്കണം കേട്ടോ. അപ്പോൾ 3 ദിവസം വരെയൊക്കെ നമുക്ക് ഈ പൂ വയ്ക്കാം. കാണാനൊരു ഭംഗിയാണ്, നല്ലതാണ്, ഒരു പോസിറ്റീവായിരിക്കും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വയ്ക്കുന്നത്. ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് പുറത്ത് പോകുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചിട്ടാണ് കേട്ടോ. പിന്നെ അതുമാത്രമല്ല, നമ്മൾ ഈ വീഡിയോ ഞായറാഴ്ച എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തതിന് ശേഷം നമ്മൾ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പുറത്ത് പോകുന്ന ദിവസം നമുക്ക് 2 നേരത്തേക്കുള്ള ഫുഡ് എന്തായാലും നമുക്ക് ഉണ്ടാക്കണം, രാവിലേക്കും ഉച്ചക്കലേക്കും. പ്രത്യേകിച്ച് നമ്മൾ പോകുന്ന സമയത്ത് കുട്ടികൾ നമ്മുടെ കൂടെ വരുന്നില്ല കേട്ടോ. ഞാനും ഏട്ടനും കൂടെയാണ് പോകുന്നത് പുറത്ത്. അപ്പോൾ നമ്മളിന്ന് പുറത്ത് പോകേണ്ട കാര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു വീഡിയോ കൂടെ ആയിട്ട് നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ രാവിലേക്കുള്ള ഫുഡിന് വേണ്ടിയിട്ട് നമ്മൾ അരച്ചിട്ടുള്ള ഇഡ്ഡലി മാവൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനൊരു പാക്കറ്റ് മാവ് വാങ്ങിയിട്ട് വന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റം നമ്മൾ രാവിലേക്ക് ഉണ്ടാക്കുമ്പോൾ എന്താ പറയുക, സമയം ഒരുപാട് നമുക്ക് വേസ്റ്റ് ചെയ്യാണ്ട് കറക്റ്റായി തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. അതുമാത്രമല്ല, നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി കൂടെ ആകുമ്പോൾ ഒന്നുകൂടെ നമ്മുടെ ജോലി എളുപ്പമാകും കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ മീൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്നായിരുന്നു കേട്ടോ പോകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മൾ രാവിലെയാണ് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ നേരത്തെ പ്ലാനിങ് ആണെങ്കിൽ നമുക്ക് തലേ ദിവസം തന്നെ മീനൊക്കെ വാങ്ങിയിട്ട് വന്ന് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചതിന് ശേഷം രാവിലെ വേഗം ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്നായ കാരണം രാവിലെ തന്നെയാണ് മീൻ വാങ്ങിയിട്ട് വന്ന്. അപ്പോൾ രാവിലെ കുറച്ച് അയിലയാണ് കേട്ടോ വാങ്ങിയിട്ട് വന്ന്. അത് നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. ഏതായാലും അവർ അതിൻ്റെ തലയെല്ലാം കളഞ്ഞിട്ടായിരിക്കും നമുക്ക് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അത് ക്ലിയർ ചെയ്തെടുത്തിട്ട് എളുപ്പം തന്നെ നമുക്കൊരു ചാറുകറി വെക്കാൻ വേണ്ടി ഞാൻ പിന്നെ വേഗം ചാറുകറി വെച്ചതാണ് കേട്ടോ. മീൻ കറി ആകുമ്പോൾ എന്താ പറയുക, ഉച്ചയ്ക്ക് ആകുമ്പോഴേക്കും തന്നെ നല്ല പാകമായിട്ട് സെറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ വാളംപുളിയൊക്കെ ഇട്ടുള്ള മീൻ കറിയാണെന്ന് വെച്ചിരിക്കുന്നത്, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കറി നമ്മൾ വേഗം വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഗോതമ്പും അതുപോലെ നമ്മുടെ വെല്ലമൊക്കെ ചേർത്തിട്ടുള്ള ഒരു അട ഉണ്ടാക്കിയാണ് കേട്ടോ. നമ്മൾ നല്ല ടേസ്റ്റാണ് നമ്മുടെ ചായയോടുകൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് കാണിച്ചു തന്നു മാത്രം കേട്ടോ. പിന്നെ നമ്മൾ ഇഡ്ഡലിക്ക് ചട്നിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. വേറെ വല്ല കറി വയ്ക്കുക പറയുമ്പോൾ അത് നമുക്ക് ഒരുപാട് സമയം എടുക്കും. ചട്നി ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചട്നി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ മീൻ ചാറൊക്കെ റെഡിയായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കടുക് താളിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മീൻ കൊണ്ടുവന്ന സമയത്ത് തന്നെ ക്ലീൻ ചെയ്ത് ഫസ്റ്റ് മീനിനുള്ള അരപ്പെല്ലാം തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം ആവശ്യമുള്ളത് എടുത്ത് വറുക്കാൻ പറഞ്ഞിട്ടാണ്. അപ്പം ഞാൻ 2 മീൻ മാത്രമാണ് കേട്ടോ വറുക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ വരുന്നതിനുള്ളിൽ കുട്ടികൾക്ക് വിശക്കുകയാണെങ്കിൽ അവർക്ക് കഴിച്ചോട്ടെ വേണ്ടിയിട്ട് രാവിലെ തന്നെ മീനൊക്കെ ഒന്ന് വറുത്ത് വെക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ എവിടെയെങ്കിലും പോകുന്ന സമയത്ത്
വളരെ സിമ്പിളായിട്ടും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ എന്താ പറയുക, നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് തന്നെ പോയിട്ട് വരാം. എന്താ പറയുക, കുട്ടികൾ വീട്ടിലുള്ളുമ്പോൾ ഇനിയിപ്പോൾ ഒന്നും റെഡിയാക്കാണ്ട് പെട്ടെന്ന് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം കഴിക്കാനും എല്ലാത്തിനും ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ പോകുന്നതിനുള്ളിൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കണമെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. ഇനിയിപ്പോൾ വെജിറ്റബിൾസ് ആണ് വെക്കുന്നുണ്ടെങ്കിൽ അതും നമ്മൾ ഇതുപോലെ തലേ ദിവസമൊക്കെ കട്ട് ചെയ്തിട്ട് വെക്കാം. ഞാൻ മെയിനായ കാരണം കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തലേ ദിവസം എന്തെങ്കിലും വെച്ചിട്ട് അതൊന്ന് നന്നായി തന്നെ ചൂടാക്കി തിളപ്പിച്ച് കുട്ടികൾക്ക് വെച്ചിട്ട് പോയാലും മതിയാവും കേട്ടോ. പിന്നെ നമ്മൾ മീനൊക്കെ നമ്മൾ രണ്ട് സൈഡും നല്ലപോലെ തന്നെ മാറ്റിയെടുത്ത് വറുത്തെടുക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ മാക്സിമം ജോലികൾ തീർത്തിട്ട് വേണം നമ്മൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. പുറത്ത് പോയിട്ട് ചിലപ്പോൾ നമുക്ക് വിചാരിച്ച സമയത്തിനുള്ളിൽ തിരിച്ച് വീട്ടിലേക്ക് എത്താൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് മാക്സിമം എത്രത്തോളം നമ്മൾ വീട്ടിലിരിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് ക്ലീൻ ചെയ്തിട്ടിട്ട് പോവുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. വീട്ടിൽ ആയിരിക്കുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞ് ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാലും കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്കധികം ക്ഷീണമൊന്നും ഇല്ലാണ്ട് നമ്മൾ അത് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കും. പക്ഷേ നമ്മൾ പുറത്ത് പോയിട്ട് വരുമ്പോൾ ചിലപ്പോൾ ഒരുപാട് ക്ഷീണമായിട്ടായിരിക്കും വരിക, ചിലപ്പോൾ ഒരുപാട് തലവേദനയായിരിക്കും, അങ്ങനെ ഉള്ള എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ പുറത്തുനിന്ന് വരാറുള്ളത്. അപ്പോൾ വരുന്ന സമയത്ത് നമ്മൾ രാവിലെ ചെയ്യാണ്ട് ഇട്ടിട്ട് പോയിട്ടുള്ള പണികൾ കൂടെ കാണുമ്പോൾ നമുക്ക് ഒന്നുകൂടെ വയ്യായ കൂടുതലാണ്ട് കുറയില്ല കേട്ടോ. ആ വയ്യായി കൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ക്ലീൻ ചെയ്യാണ്ട് ഇരുന്നാലും നമുക്ക് ശരിയാവില്ല. അതുകൊണ്ട് നമ്മൾ പുറത്ത് പോകുന്നതിന് മുമ്പ് മാക്സിമം എത്രത്തോളം നമ്മുടെ വീട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഈസിയാകും കേട്ടോ. അപ്പോൾ ഈ സമയം കൂടി നമ്മുടെ പാത്രങ്ങളെല്ലാം കഴുകിയെടുത്തു. അതിനുശേഷം ഞാൻ കൗണ്ടർ ടോപ്പ് തുടച്ചു, അതുപോലെ നമ്മുടെ ഗ്യാസൊക്കെ തുടച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അശ്വിൻ ഭക്ഷണം കഴിക്കാൻ വന്നാണ്, തന്നെ എടുത്ത് കഴിക്കുക പറഞ്ഞിട്ട് അവൻ തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതിന് ശേഷം പിന്നെ നമ്മുടെ ഗ്യാസിലുണ്ടായിരുന്നിട്ടുള്ള പാത്രങ്ങൾ നമ്മൾ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെക്കണം കേട്ടോ. അതിനുശേഷം കയ്യോടെ ഗ്യാസ് ഓഫ് ചെയ്തിടണം. എന്താ പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് ഓഫ് ചെയ്യുക പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മറന്നുപോകും. അതുകൊണ്ട് നമ്മൾ പുറത്ത് പോകുന്നതിന് മുമ്പ് നമ്മൾ അടുക്കളയിൽ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ഗ്യാസ് കയ്യോടെ ഓഫ് ചെയ്തിടണം കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിച്ച് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിടണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വന്ന് കിടക്കുമ്പോൾ നമ്മുടെ ബെഡ്റൂം ആകെ അലങ്കോലമായി കിടക്കുമ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യം വരാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ ഇതുപോലെ നീറ്റായിട്ട് ഇരിക്കുകയാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സ് മാറ്റി ഒന്ന് റെസ്റ്റ് എടുക്കാനുള്ള ടൈമൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ അടുക്കള ജോലിയും അതുപോലെ റൂം ക്ലീനിങ്ങും അതുപോലെ എല്ലാവിടെയും അടിച്ച് വൃത്തിയാക്കലും തുണി തിരുമ്പൽ പാത്രം കഴുകൽ ഒതുക്കി വെക്കൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം നമ്മൾ ചെയ്തിട്ട് വേണം പുറത്ത് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ പുറത്ത് പോയിട്ട് വന്നാൽ നമുക്ക് നല്ലപോലെ റെസ്റ്റ് എടുക്കാനും സമാധാനവും എല്ലാം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ അതെല്ലാം ഒതുക്കി വെച്ചു. അതിന് ശേഷം ഞാൻ എല്ലാവിടെയും ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ. അടിച്ചെടുത്തിട്ട് വേണം നമുക്ക് ഇപ്പം തന്നെ ഒരു 9 മണിയായി, 9:45 തന്നെ നമുക്ക് റെഡി ആവണം കേട്ടോ. റെഡിയായിട്ട് നമ്മൾ ഇറങ്ങണം. അപ്പം ഞാൻ ആ സമയം കൊണ്ട് വേഗം തന്നെ നമ്മുടെ ഫ്രണ്ടൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ രാവിലെ എണീറ്റത് നമ്മൾ വെളിയെല്ലാം അടിച്ച് തുടച്ച് കോലോട്ടൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതെല്ലാം നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം തന്നെ എല്ലാവിടെയും ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ വേഗം തന്നെ ഭക്ഷണം കഴിക്കാൻ കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് തന്നെ വരണം. അതുകൊണ്ട് നമ്മൾ പോകുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അഴിച്ചിടുന്ന ഡ്രസ്സുകൾ ഒരു ഭാഗത്ത് മടക്കി വെക്കുക. അത് നമ്മൾ കുട്ടികളെയും കൊണ്ട് പറയണം കേട്ടോ. അപ്പോൾ അത് ഒതുക്കി വെച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ആ ഡ്രസ്സും അവിടെ കിടക്കുമ്പോൾ നമുക്കൊരാകെ കൺഫ്യൂഷൻ ആകും. ഈ സമയം കൊണ്ട് ഞാൻ ചോറെല്ലാം വാർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ കഴിക്കാനുള്ള ഭക്ഷണം, ഉച്ചക്ക് കഴിക്കാനുള്ള ഭക്ഷണം എല്ലാം റെഡിയായിട്ടുണ്ട്. ഇതിനുള്ളിൽ ഞാനും റെഡി ആയിട്ടുണ്ട്, ഏട്ടനും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ പുറത്ത് പോകുമ്പോൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ നിങ്ങൾ തന്ന സപ്പോർട്ടിനും അതുപോലെ തന്നെ സ്നേഹത്തിനും ഒരുപാട് നന്ദി പറയുന്നുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷമായി ഇന്നലത്തെ വീഡിയോയിലെ കമൻറ്റുകളെല്ലാം എനിക്ക് കണ്ടപ്പോൾ. അതുപോലെ തന്നെ ഇനിയും ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ നിന്ന് നല്ല കമൻസൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കമൻസ് ഇടുമ്പോഴായിരിക്കും ഉഷാറായിട്ട് നമ്മുടെ വീഡിയോസും എല്ലാം നമുക്ക് ഉഷാറായിട്ട് കൊണ്ടുപോകാനും മുന്നോട്ട് പോകാനും ഒക്കെ തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ പുറത്ത് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോസിൽ കാണിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.